അങ്ങനെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യക്ക് മുമ്പിൽ അടിപതറി ഓസ്ട്രേലിയ. ആദ്യം ഇറങ്ങിയ ഓസ്ട്രേലിയ 264 റൺസാണ് അവർ 10 വിക്കറ്റ് നഷ്ടത്തിൽ 49.3 ഓവറിൽ ഓസ്ട്രേലിയക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അവരുടെ ഹെഡ് 39 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ സ്മിത്താണ് കളിച്ചത് അവരിൽ. അതുപോലെ നമ്മുടെ അലക്സ് ക്യാരി കളിച്ചു 61 റൺസ് അലക്സ് ക്യാരി, സ്മിത്ത് 73 റൺസ് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 264, ചെറിയൊരു ടോട്ടലാണ് അവർക്ക് സെമിഫൈനലിൽ എടുക്കാൻ സാധിച്ചോളൂ ഇന്ത്യക്ക് മുൻപിൽ. പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് നിര നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ഷമിക്ക് 3 വിക്കറ്റ് കിട്ടി. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി 2, ജഡേജ 2 വിക്കറ്റ് സ്വന്തമാക്കി. അക്ഷർണം അതുപോലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഓരോ വിക്കറ്റുകളാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ഓസ്ട്രേലിയന് 264 പൂട്ടാൻ ഇന്ത്യക്കായി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് രോഹിത് ശർമ്മ 28 റൺസാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ കോഹ്ലിയുടെ ഒരു മികച്ച ഫോമും നമുക്ക് കഴിഞ്ഞ മത്സരത്തിൻ്റെ ആ ഒരു ഫോം തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിനകത്തും കാണാൻ സാധിച്ചു. കോഹ്ലിയുടെ ചെറുത്തുനിൽപ്പിൽ 84 റൺസ് കോഹ്ലിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ രാഹുൽ 42 റൺസ് സ്വന്തമാക്കി. ശ്രേയസ് അയ്യർ 45. അങ്ങനെ മാന്യമായ സ്കോർ അവർക്ക് പിന്തുടരാൻ സാധിച്ചു. ഓസ്ട്രേലിയയ്ക്ക് മുൻപിൽ 267 എടുത്ത് 48.1 ഓവറിൽ 4 വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്ത്യ സെമി ഫൈനൽ സ്വന്തമാക്കി അങ്ങനെ ഫൈനലിലേക്ക് കയറിയത്. ഇന്ത്യയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും നല്ല രീതിയിൽ തന്നെ ഇരു ഡിപ്പാർട്ട്മെൻറ്റും കളിച്ചു. അപ്പോൾ നാളത്തെ മത്സരം ബുധനാഴ്ച വരുന്നത് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലായിട്ടാണ് 2ാം സെമി ഫൈനൽ. അങ്ങനെ ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയി. ഞായറാഴ്ചയാണ് ഫൈനൽ വരുന്നത്. അപ്പോൾ നാളത്തെ മത്സരം ആരൊക്കെയാണ് ജയിക്കുന്നത് അവർ തമ്മിൽ ഇന്ത്യയുമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഫൈനലിൽ. അങ്ങനെ ഇന്ത്യ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ IPL വീഡിയോസൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ എടുത്തിട്ട് ബൈ.